പഴം നേന്ത്രപ്പഴം അഥവാ ഏത്തപ്പഴം എന്നൊക്കെ പറയില്ല. അതുകൊണ്ടൊരു മോര് കറിയാണ്, മോര് വെച്ചിട്ട് ഉണ്ടാക്കാനാട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു പഴം എടുത്തിട്ട് ഞാൻ അരിഞ്ഞെടുത്ത് പച്ചമുളകും മാത്രം ചേർത്ത് ഇത്തിരി മഞ്ഞപ്പൊടിയും മുളക് പൊടി തൊടിയിച്ചിട്ടേ ഉള്ളൂ കേട്ടോ, പച്ചമുളക് ഉണ്ടല്ലോ അതുകൊണ്ട്. ഇനി തേങ്ങ ഒരു കപ്പ് എടുത്തിട്ടുണ്ട്, ജീരകം ചേർത്ത് നന്നായിട്ട് അരയ്ക്കണം. അരച്ചതിൻ്റെ കൂടെ ഇതിന്ന് 2 കഷ്ണം കൂടി ഇടും കേട്ടോ, അപ്പോൾ ഒരു കൊഴുപ്പ് കിട്ടും. ഈ ഏത്തപ്പഴത്തിൻ്റെ 2 കഷ്ണം കൂടി ചേർത്തിട്ട് തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ട്, അതിൻ്റെ കൂടെ ഇതിൻ്റെ 2 കഷ്ണം കൂടി ചേർത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും, നല്ല കൊഴുപ്പായിരിക്കും. പിന്നെ തൈര് ഒഴിക്കത്രേ ഉള്ളൂ പണി. എന്നിട്ട് കടുക് വറുക്കുക. തേങ്ങയും ജീരകം കൂടി ഞാനിത് ഇവിടെ അരച്ച് വെച്ചിട്ടുണ്ട്, അതിൻ്റെ കൂടെ ഇത്തിരി ഏത്തപ്പഴം കൂടി ഒന്ന് എടുത്തിട്ട് ഒന്നും കൂടി അരയ്ക്കണം കേട്ടോ. അപ്പോൾ ഇതാ 2-3 പഴം ഞാൻ വേവിച്ചത് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതാ അരച്ച മിശ്രിതം ഞാൻ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ ഇനി നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ടിട്ടില്ല, ഞാനിതുവരെ ഇട്ടിരുന്നില്ല. അത് കല്ലുപ്പാണ്, കറിയിലൊക്കെ കല്ലുപ്പാണ് ഇടുന്നത് നല്ലത് കേട്ടോ. ഉപ്പിട്ടു. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. തിളച്ച് കഴിയുമ്പോൾ മഞ്ഞൾപ്പൊടി വളരെ കുറച്ചിട്ടാൽ മതി കേട്ടോ, ഒരുപാട് ഇടരുത്. അപ്പോൾ ആ പഴം കൂട്ടിയിട്ട് തേങ്ങ നല്ലവണ്ണം അരച്ച് ജീരകവും ചേർത്ത് അരച്ചതിന് ശേഷം ഒരു 5-6 തമ്മിലത്തെ കഷ്ണം പഴം കൂടി ഇട്ടിട്ടാണ് ഞാൻ അരച്ചത് കേട്ടോ. അപ്പോൾ നല്ല കൊഴുപ്പ് കിട്ടും. ഇതൊന്ന് നന്നായിട്ട് തിളക്കട്ടെ കേട്ടോ. തേങ്ങ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് തൈര് ഞാൻ ഉടച്ച് വെച്ചിട്ടുണ്ട്, അത് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് പതഞ്ഞ് വന്നാൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ കറി റെഡിയായി. തൈര് ചേർത്തോണ്ട് നന്നായിട്ടൊന്ന് ഇളക്കണം, അധികം തീയും പാടില്ല. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടാൽ മതി കേട്ടോ, അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ ഇട്ടാലും മതി. ഹൈ ഫ്ലെയിമിൽ ഇടരുത് ഒരിക്കലും, അത് പാല് പിരിഞ്ഞു പോകാൻ, പാലല്ല മോര് പിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. എന്നിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക, അപ്പോൾ പിരിയില്ല കേട്ടോ. ഞാനിപ്പോൾ അത് ലോ ഫ്ലെയിമിലാണ് വെച്ചേക്കുന്നത്. അപ്പോൾ ഇതൊന്ന് പതഞ്ഞ് വന്നാൽ മതി. അപ്പോൾ നമുക്കിത് വാങ്ങി വെച്ചിട്ട് കടുക് വറുക്കാം. അപ്പോൾ അതാ കടുക് വറുത്തു കേട്ടോ. കടുക്, മുളക്, ഉലുവ, പിന്നെന്താ കുറച്ച് മുളക് പൊടി. അപ്പോൾ ഇതാ നമ്മുടെ ഏത്തക്ക കറി റെഡി. ഏത്തപ്പഴം കറി റെഡി. അടിപൊളി ടേസ്റ്റ് ആട്ടോ അങ്ങനെ ഉണ്ടാക്കിയാൽ. നിങ്ങൾക്കൊന്നുമില്ല, ഇനി മാമ്പഴ കൂട്ടാൻ വെക്കാനൊന്നുമില്ല, അല്ലെങ്കിൽ മോര് കൂട്ടാനൊന്നും വെക്കാനൊന്നും ഇല്ലെങ്കിൽ, മാമ്പഴം അല്ലെങ്കിലും ഒന്നുമില്ലെങ്കിലും പേടിക്കേണ്ട, ഒരു ഏത്തപ്പഴം കിട്ടിയാൽ മതി. ഇതുപോലെ വെക്കാം കേട്ടോ. പെട്ടെന്ന് വെക്കാം, ചോറ് കൊണ്ടുപോകാൻ.